തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ ബി.ജെ.പി. ആരോപണം ശരിവെച്ച് എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള വാർഡ് വിഭജനവും മറ്റ് നടപടികളും അബദ്ധമായിരുന്നു. ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കട്ടെയെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. വാർഡ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ ജനം ടിവിയാണ് പുറത്തുകൊണ്ടുവന്നത്. വാർത്തയുടെ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഇപ്പോൾ ബി.ജെ.പി. എന്താണോ ആരോപിച്ചത് ആ ആരോപണം ശരിവെച്ചുകൊണ്ട് എൽ.ഡി.എഫ് കൺവീനർ രംഗത്ത് വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ വളരെ കൃത്യമായി ക്രമക്കേടുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള വാർഡ് വിഭജനവും മറ്റ് നടപടികളും അബദ്ധമായിരുന്നു എന്നാണ് ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ പറയുന്നത്. വിവരങ്ങൾ നീലിമ, അദ്ദേഹം പറഞ്ഞത് ബി.ജെ.പി. എന്താണോ പറയുന്നത് ആ ആരോപണങ്ങൾ കൃത്യമായി അദ്ദേഹം സമ്മതിക്കുകയാണ്. കാരണം ബി.ജെ.പി. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ തദ്ദേശ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ജനം ടി.വിയാണ്. CPM-ന് ജയിക്കുവാനുള്ള രീതിയിൽ അല്ലെങ്കിൽ CPM-ന് കൂടുതൽ വോട്ട് കിട്ടുന്ന രീതിയിലേക്ക് തദ്ദേശ വാർഡിൻ്റെ പുനർവിഭജനം നടത്തി എന്നുള്ളതായിരുന്നു നമ്മൾ പുറത്തുവിട്ട വാർത്ത. അതനുസരിച്ചുള്ള ക്രമക്കേടുകളും വീഴ്ചകളും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതാണ്. ഇതേ ആരോപണം തന്നെ ബി.ജെ.പിയും ഉയർത്തിയതാണ്. പിന്നാലെയാണ് ബി.ജെ.പി. ഈ തദ്ദേശ വാർഡ് വിഭജനത്തിൽ എന്നതുപോലെ തന്നെ വോട്ടർ പട്ടികയിലും വലിയ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം പോലെയുള്ള സ്ഥലങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മിക്ക വാർഡുകളിലും ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടുകൾ ചേർത്തിരിക്കുന്നതായി ബി.ജെ.പി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിച്ചു. അത് വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കമുള്ളവരാണ് ഈ വിഷയം മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതേ വിഷയമാണ് നമ്മളിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച എൽ.ഡി.എഫ് കൺവീനർ ടി.പി. രാമകൃഷ്ണനോട് ആ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വാർഡ് വിഭജനം അടക്കമുള്ള തുടർ നടപടികളെല്ലാം വലിയ അബദ്ധമാണ്. ഇതിന് മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലാണ് അത്തരമൊരു വീഴ്ച ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയത്തിൽ മറുപടി പറയട്ടെ, ആരോപണങ്ങളിൽ മറുപടി പറയട്ടെ എന്നുള്ളൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതായത് ഈ പറയുന്ന വാർഡ് വിഭജനത്തിലെ ക്രമക്കേടുകളുടെ തുടർച്ചയാണ് വോട്ടർ പട്ടികയിലും ഉണ്ടായിട്ടുള്ള ക്രമക്കേടുകൾ. അപ്പോൾ വാർഡ് വിഭജനവും അതിനുശേഷമുള്ള നടപടികളും വലിയ അബദ്ധമായിരുന്നു എന്ന് പറയുമ്പോൾ വാർഡ് വിഭജനത്തിലുണ്ടായിരുന്ന ക്രമക്കേടുകളും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളും അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യമാണ് അദ്ദേഹം സമ്മതിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് തൃശ്ശൂരിലടക്കം CPM കോൺഗ്രസും ചേർന്ന് നടത്തുന്ന ആരോപണങ്ങളിൽ ബി.ജെ.പിയെ അല്ലെങ്കിൽ ബി.ജെ.പി. വലിച്ചിടാനുള്ള ശ്രമം CPM-ഉം കോൺഗ്രസ് നേതാക്കളും നടത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-നെതിരായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമാണെന്ന വിചിത്രമായ നിലപാട് കൂടി ഇപ്പോൾ എൽ.ഡി.എഫ് കൺവീനർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൃത്യമായി ബി.ജെ.പി. ഉയർത്തിവിട്ട ആരോപണങ്ങൾ അത് ശരിയാണെന്ന് കൂടി സമ്മതിക്കുക കൂടി ചെയ്യുന്നൊരു രാഷ്ട്രീയ മണ്ടത്തരം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന മുന്നണി കൺവീനർ തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത്തരത്തിൽ വോട്ടർ പട്ടികയിലും അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജനം അടക്കമുള്ള എല്ലാ നടപടികളിലും വലിയ വീഴ്ചയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകണ്ടേ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നു. ബി.ജെ.പി. ഉയർത്തുന്ന ആരോപണങ്ങൾക്ക്, സംസ്ഥാനത്ത് ഈ രീതിയിൽ വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു പിന്തുണ കൂടിയാണ് ഇപ്പോൾ എൽ.ഡി.എഫ് കൺവീനറുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതും. നീലിമ. ശരി, പ്രജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.